കേരളത്തിൽ കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടയായ മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി അടക്കം മത്സരിച്ച് വിജയിച്ച വയനാട്ടിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയാണ് MP. അത്രമാത്രം കോൺഗ്രസ് എന്ന പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് വയനാടിന്റേത്. എന്നാൽ ഇന്ന് പാർട്ടിക്കുള്ളിലെ കലാപങ്ങൾ അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി സമ്മാനിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും അസ്വസ്ഥയാണ്. കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം അറിയുന്നില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ പോരാട്ടം തുടങ്ങേണ്ട മണ്ണാണ് വയനാട്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങുന്നതെന്നാണ് സത്യം. ഗത്യന്തരമില്ലാതെ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നതും വാസ്തവമാണ്. നിലവിൽ വയനാട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പ്രാദേശിക നേതാക്കളുടെ തുടർച്ചയായ ജീവനൊടുക്കുന്നതും പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 കോൺഗ്രസ് നേതാക്കളാണ് വയനാട്ടിൽ ജീവനൊടുക്കിയത്. തുടർച്ചയായ മരണങ്ങളും നേതാക്കൾ തമ്മിലുള്ള പോരും ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെന്ന് ആരോപണമുണ്ട്. അതേസമയം ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി MP ജില്ലാ നേതൃത്വത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. 2023 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പുൽപ്പള്ളി ബാങ്ക് ഭരണസമിതിയുടെ വായ്പാ തട്ടിപ്പിന് ഇരയായതിനെ തുടർന്ന് പുൽപ്പള്ളി മേഖലയിലെ കോൺഗ്രസ് നേതാവായ രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയതാണ് ഇതിന് തുടക്കം. 2024 DCC ട്രഷററായിരുന്ന NM വിജയനും മകനും ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിൽ നടന്ന നിയമന തട്ടിപ്പിന്റെ ഇരകളായിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കാൻ DCC നേതാക്കൾ ശ്രമിച്ചെന്നും അതിന്റെ ബാധ്യത NM വിജയന്റെ തലയിലായതോടെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകിയ ശേഷം അദ്ദേഹം ജീവനൊടുക്കുകയായിരുന്നു. 2 ദിവസം മുന്നെയാണ് മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡ് അംഗവുമായ ജോസ് നല്ലേടം ഗ്രൂപ്പ് തർക്കങ്ങളെ തുടർന്നുള്ള കള്ളക്കേസിൽ കുടുങ്ങുമെന്ന ഭയത്താൽ ജീവനൊടുക്കിയത്. എതിർ വിഭാഗം നേതാവ് കാനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും വെച്ച കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. അതിനിടെയാണ് 2024 ജീവനൊടുക്കിയ NM വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. വലിയ പ്രശ്നങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിലവിൽ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പത്മജ. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും നിരാഹാര സമരം നടത്തുമെന്നും പത്മജ അറിയിക്കുന്നുമുണ്ട്. ഇതിനൊക്കെ മുൻപേ 2015 മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനും ജീവനൊടുക്കിയിരുന്നു. മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു PV ജോൺ പാർട്ടി ഓഫീസിനുള്ളിൽ വെച്ചാണ് ജീവനൊടുക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർ കാലുവാരിയതിലുള്ള മനോവിഷമമാണ് ജീവനൊടുക്കാനുണ്ടായ കാരണമെന്നാണ് അന്ന് ഉയർന്ന ആരോപണം. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കേണ്ട സമയത്ത് ഇങ്ങ് വയനാട്ടിൽ വട്ടം കറങ്ങേണ്ട അവസ്ഥയിലാണ് പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നത്.